നെക്സ്റ്റ് നോക്കുക, ഡ്രോയിങ് നെറ്റ്വർക്ക് ഡയഗ്രാം. നെറ്റ്വർക്ക് ഡയഗ്രാംസ് എങ്ങനെയാണ് വരയ്ക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക, ഡ്രോ ദ നെറ്റ്വർക്ക് ഡയഗ്രാം ഓഫ് എ പ്രൊജക്ട് ഹാവിങ് 7 ആക്ടിവിറ്റീസ്. ഒരു പ്രൊജക്റ്റ് അതിന് 7 ആക്ടിവിറ്റീസ് ഉണ്ട്, അതിൻ്റെ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാനാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി ആക്ടിവിറ്റീസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഹിൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹിൻറ്റ് നോക്കുക, ആക്ടിവിറ്റി എ ബി സി റൺ കൺകറൻ്റ്ലി. അതായത് 3 ആക്ടിവിറ്റീസ്, എ എന്ന് പറയുന്ന ആക്ടിവിറ്റിയും ബി എന്ന് പറയുന്ന ആക്ടിവിറ്റി അതുപോലെ തന്നെ സി എന്ന് പറയുന്ന ആക്ടിവിറ്റി എന്താണ് ഒരേ സമയം റൺ കൺകറൻ്റ്ലി എന്ന് പറയുമ്പോൾ അറ്റ് എ ടൈമിൽ 3 ഒരേ സമയത്താണ് നടക്കുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ആയിട്ടുള്ള ഹിൻറ്റ് നോക്കുക, ആക്ടിവിറ്റിയും അതിൻ്റെ ഇമ്മീഡിയറ്റ് പ്രീഡിസസറും തന്നിട്ടുണ്ട്. അതായത് ഇനി നെക്സ്റ്റ് വരുന്ന ആക്ടിവിറ്റി അതേപോലെ അതിൻ്റെ തൊട്ട് മുന്നേ ഇമ്മീഡിയറ്റ് പ്രീഡിസസർ എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് മുന്നേ വരുന്ന ആക്ടിവിറ്റി, തൊട്ട് മുമ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുക, എ ബി സി ആക്ടിവിറ്റിയും ഒരേ സമയം നടക്കുന്നതാണെന്ന് പറഞ്ഞു. ഈ നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ് ഡി എന്ന് പറയുന്നത്. ഡി എന്ന് പറയുന്ന ആക്ടിവിറ്റി എ എന്ന് പറയുന്ന ആക്ടിവിറ്റി കഴിഞ്ഞിട്ടാണ് ഡി നടക്കുന്നതെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഡി എന്ന് പറയുന്ന ആക്ടിവിറ്റി അതിന് തൊട്ട് മുന്നേ വരുന്നത് ഏതാണ്? എ ആണ്. അതുപോലെ തന്നെ ഇ എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ തൊട്ട് മുന്നേ വരുന്നതാണ് എന്ത്? ബി എന്ന് പറയുന്ന ആക്ടിവിറ്റി. ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നേ വരുന്ന, പ്രീ ഡിസിസർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്തതാണ്. ഓക്കെ, ഇനി എഫ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ തൊട്ട് മുന്നേ വരുന്നതാണ് എന്ത്? സി എന്ന് പറയുന്ന ആക്ടിവിറ്റി. ആൻഡ് ലാസ്റ്റ് ഹിൻറ്റ് നോക്കുക, ജി ഈസ് ദ ലാസ്റ്റ് ആക്ടിവിറ്റി. ജി എന്ന് പറയുന്നതാണ് ലാസ്റ്റ് ആക്ടിവിറ്റി. അപ്പോൾ എ ബി സി എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7 7 ആക്ടിവിറ്റീസ് ആയി. ജി ഈസ് ദ ലാസ്റ്റ് ആക്ടിവിറ്റി ആൻഡ് ഇമ്മീഡിയറ്റ് സക്സസർ ഓഫ് ഡി ഇ എഫ്. ഡി എന്ന് പറയുന്ന അതുപോലെ ഇ എന്ന് പറയുന്ന എഫ് എന്ന് പറയുന്ന ആക്ടിവിറ്റീസിൻ്റെ ഇമ്മീഡിയറ്റ് സക്സസർ ആണ്. ഇമ്മീഡിയറ്റ് സക്സസർ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റിയാണ് എന്ത്? ജി എന്ന് പറഞ്ഞത് എന്നുള്ളതും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് എങ്ങനെയാണ് ഡ്രോയിങ്, അതായത് നമ്മുടെ നെറ്റ്വർക്ക് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് പറയാം. ഫസ്റ്റ് നോക്കുക, ആക്ടിവിറ്റി എ ബി സി റൺ കൺകറൻ്റ്ലി. അതായത് എ എന്ന് പറയുന്ന ആക്ടിവിറ്റിയും ബി എന്ന് പറയുന്ന ആക്ടിവിറ്റിയും സി എന്ന് പറയുന്ന ആക്ടിവിറ്റി എന്താണ് അറ്റ് എ ടൈമിൽ ഒരേ സമയമാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക, ഒരു ഇവൻറ്റിൽ സ്റ്റാർട്ട് ചെയ്തു, മൂന്ന് ആക്ടിവിറ്റീസ് 3 ഒരേ സമയത്ത് എന്ത് ചെയ്തു നമ്മൾ കണ്ടക്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് നോക്കുക, ഡി ഇ എഫ് എന്ന് പറയുന്ന ആക്ടിവിറ്റീസ്. ഡി എന്ന് പറയുന്ന ആക്ടിവിറ്റി എ കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന ആക്ടിവിറ്റി കഴിഞ്ഞിട്ടാണ് എന്ത്? ഡി വരുന്നത്. ഇ എന്ന് പറയുന്ന ആക്ടിവിറ്റി ബി കഴിഞ്ഞിട്ടാണ് വരുന്നത്, ബി കഴിഞ്ഞിട്ട് ഇ. അതുപോലെ തന്നെ എഫ് എന്ന് പറയുന്ന ആക്ടിവിറ്റി എന്താണ്? സി എന്ന് പറയുന്ന ആക്ടിവിറ്റി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ സി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? എഫ് കൊടുക്കുക. ഇനി ഇത് 3ഉം ഒരൊറ്റ ഇവൻറ്റിലേക്ക് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ജി ഈസ് ദ ലാസ്റ്റ് ആക്ടിവിറ്റി ആൻഡ് ഇമ്മീഡിയറ്റ് സക്സസർ ഓഫ് ഡി എഫ്. ഡിയും ഇയും എഫും കഴിഞ്ഞിട്ടാണ് എന്ത്? ജി തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഡിയും ഇയും എഫ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ജി ആയിട്ട് വന്നില്ല. അത് 3 ഒരൊറ്റ ഇവൻറ്റിലേക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ജി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുന്നത്. ഇത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് തരുന്നത്. നമുക്ക് സാധാരണയായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഓരോ ഇവൻ്റ്, ഓരോ ആക്ടിവിറ്റി, അതിൻ്റെ ഡ്യൂറേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തരും. അത് നോക്കിയിട്ട് തന്നെ നമുക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ ദ നെറ്റ്വർക്ക് ഡയഗ്രാം ഫോർ ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്. ആക്ടിവിറ്റി ബി ആൻഡ് സി ഫോളോസ് എ, ഇ ഫോളോസ് ബി ആൻഡ് എഫ്, എഫ് ഫോളോസ് ഡി ആൻഡ് സി, ജി ഫോളോസ് ഇ ആൻഡ് എഫ്, A, B, C, D, E, F, G having the duration of 3, 7, 4, 2, 7, 4, 7 respectively. ഓക്കെ, ഇനി ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മളൊരു നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. നോക്കാം, ആക്ടിവിറ്റി ബി ആൻഡ് സി ഫോളോസ് എ. ബിയും സിയും എന്താണ്? എനെ ഫോളോ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എ കഴിഞ്ഞിട്ടാണ് ബിയും സിയും, എനെ ഫോളോ ചെയ്തിട്ടാണ് എന്ത്? ബിയും സിയും വരുന്നതെന്നാണ് പറഞ്ഞത്. എ കഴിഞ്ഞിട്ടാണ് ബിയും സിയും വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി എ ആണെന്നുള്ളത് മനസ്സിലായി. എ കഴിഞ്ഞിട്ട് ബിയും സിയും വരുന്നുണ്ട് എന്നുള്ളതും മനസ്സിലായി. അപ്പോൾ ഫസ്റ്റ് ഒരു ആക്ടിവിറ്റി എ വരയ്ക്കുക, അത് കഴിഞ്ഞിട്ട് ബി എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയും സി എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയും വരയ്ക്കുക. ഈ 1 2 3 ഇവൻറ്റിലൊക്കെ നമ്പർ ഇടുന്നത് നമ്മളാണ്. ഓക്കെ, അപ്പോൾ ഈ തന്നിട്ടുള്ള ഓർഡറിൽ അങ്ങനെ വരച്ചിട്ട് നമ്പർ ഇട്ടാൽ മതി. പക്ഷേ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഈ ആരയുടെ ഒക്കെ കണക്ഷൻസും കറക്റ്റ് അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുക, ഇ ഫോളോസ് ബി. ഇ എന്ന് പറയുന്ന ആക്ടിവിറ്റി എന്താണ്? ബി എന്ന് പറയുന്ന ആക്ടിവിറ്റിനെ ഫോളോ ചെയ്യുന്നു. അപ്പോൾ ബി എന്ന് പറയുന്ന ആക്ടിവിറ്റി ഇതാണ്. ഇത് കഴിഞ്ഞിട്ടാണ് എന്ത്? ഇ വരുന്നത്. ഓക്കെ,
അപ്പോൾ ഇ എന്ന് പറയുന്ന ആക്ടിവിറ്റി ബിയെ ഫോളോ ചെയ്യുന്നു പറഞ്ഞാൽ ബി കഴിഞ്ഞിട്ടാണ് ഇ വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുക, എഫ് ഫോളോസ് ഡി ആൻഡ് സി. ഓക്കെ, എഫ് എന്ന് പറയുന്ന ആക്ടിവിറ്റി സിയെയും അതേപോലെ തന്നെ ഡിയെയും ഫോളോ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഡി എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഇവിടെ വേറെ ഇല്ല, സി കഴിഞ്ഞിട്ട് എഫ് ഉണ്ട് എന്നുള്ളത് ഓക്കെ. ഇനി ഡി എന്ന് പറയുന്ന ആക്ടിവിറ്റി ഏതാന്നുള്ളത് അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ബിയിൽ നിന്ന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഡി എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി കൊടുക്കുക. ആ ആക്ടിവിറ്റി ഡിയും സിയും കഴിഞ്ഞിട്ടാണ് എന്ത് എഫ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റി എഫ് ഫോളോസ് സി ആൻഡ് ഡി. ഇനി നെക്സ്റ്റ് നോക്കുക, ആക്ടിവിറ്റി ജി ഫോളോസ് ഇ ആൻഡ് എഫ്. ഈ ഇയും എഫും കഴിഞ്ഞിട്ടാണ് എന്ത് ജി വരുന്നത്. ജി എന്ന് പറയുന്ന ആക്ടിവിറ്റി ഇനെയും എഫിനെയും ഫോളോ ചെയ്യുന്നു, അതായത് ഇയും എഫും കഴിഞ്ഞിട്ടാണ് ജി വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ തന്നിട്ടുള്ള ഈ ഒരു ഫോളോസ് എന്ന് പറയുന്ന മീനിങ് ആദ്യം മനസ്സിലാക്കുക, അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പോൾ ഓരോ ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷനും തന്നിട്ടുണ്ട്. എ ബി സി ഡി ഇ എഫ് ജിയുടെ എയുടേത് 3 ആണ്, അപ്പോൾ അതിൻ്റെ താഴെ 3 എഴുതി കൊടുത്തു. ബി എന്ന് പറയുന്നതിൻ്റെ 7 ആണ്, അതുപോലെ സിയുടേത് 4 ആണ്, ഡി എന്ന് പറയുന്ന ആക്ടിവിറ്റിൻ്റെ 2 ആണ്, ഇ എന്ന് പറയുന്ന ആക്ടിവിറ്റിൻ്റെ 7, എഫ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ 4 ആണ്, അതുപോലെ തന്നെ ജി എന്ന് പറയുന്ന ആക്ടിവിറ്റിൻ്റെ എന്താണ് 7 ആണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇങ്ങനെയാണ് ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വരക്കുക. ഓക്കെ, ആരോയിലാണ്, ഈ ആരോ മാർക്കിലാണ് നമ്മൾ ഓരോ ആക്ടിവിറ്റീസും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആരോ മാർക്കിൻ്റെ കണക്ഷന് കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ലേ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. ഈ എ ബി സി എഴുതുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്, അതായത് ആക്ടിവിറ്റീസിൻ്റെ ആ ഒരു റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു കണക്ഷന് കറക്റ്റ് അല്ല, ആ റിലേഷൻഷിപ്പ് കറക്റ്റായിട്ട് വരുന്നില്ലേ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഇവൻറ്റ്സിൽ നമ്പർ ഉള്ളതിന് വലിയ ഇതൊന്നുമില്ല, അത് നമ്മൾ ചെയ്തു പോകുന്ന ഒരു ഓർഡറിൽ 1 2 3 4 എന്നിങ്ങനെ ഇവൻ്റായിട്ട് ഓർഡറിൽ നമ്പർ ഇട്ട് കൊടുത്താലും മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിലെ ആക്ടിവിറ്റി, സീക്വൻസ് കോഡ്, അതുപോലെ തന്നെ ഡ്യൂറേഷൻസും തന്നിട്ടുണ്ട്. ഡ്യൂറേഷൻസ് ഇൻ ഡേയ്സ്, ഓരോ ആക്ടിവിറ്റിയുടെയും ഇവൻറ്റ്സിൽ വരുന്ന നമ്പേഴ്സ് തമ്മിലുള്ള കണക്ഷനാണ് സീക്വൻസ് കോഡായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഓരോ ആക്ടിവിറ്റിയുടെയും ഡ്യൂറേഷൻസ് തന്നിട്ടുണ്ട്. ഇനി ഈ ഡാറ്റാസ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ആക്ടിവിറ്റീസിൻ്റെ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വരക്കുക എന്നുള്ളത് പറയാം. ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കുക, എ എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ്, അതിൻ്റെ സീക്വൻസ് കോഡ് 1 to 2 ആണ്. ഓക്കെ, അപ്പോൾ 1 to 2 ഒരു ആക്ടിവിറ്റി, ഒരു സീക്വൻസ് കോഡിൽ വരുന്ന ആക്ടിവിറ്റിയാണ് എ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കുക, നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ് ബി എന്ന് പറയുന്നത്, 2 to 3 എന്ന് പറയുന്ന സീക്വൻസ് കോഡിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 2 to 3 നെക്സ്റ്റ് സീക്വൻസ് കോഡ് എടുത്തു, അതിൽ വരുന്ന ആക്ടിവിറ്റിയാണ് എന്ത് ബി എന്ന് പറയുന്നത്. ഓക്കെ, ഈ നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ് സി എന്ന് പറയുന്നത്. സി എന്ന് പറയുന്നതിൻ്റെ സീക്വൻസ് കോഡാണ് 3 to 4. അപ്പോൾ 3 to 4 വരച്ചു, അതിൻ്റെ വരുന്ന ആക്ടിവിറ്റിയാണ് സി. ഇനി നെക്സ്റ്റ് നോക്കുക, ഡി എന്ന് പറയുന്ന ആക്ടിവിറ്റി 2 to 4 ആണ് വരുന്നത്. അപ്പോൾ 2 to 4 എന്ന് പറയുമ്പോൾ നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആരോ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നേരെ ഒരു ആരോ ഇനി 4ലോട്ട് കൊടുക്കാൻ വയ്യാത്തതുകൊണ്ട് എന്ത് ചെയ്യുക, നമുക്കിങ്ങനെ സീരീസ് ആയിട്ട് വരച്ച് കഴിഞ്ഞാൽ ഈ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നമുക്കിത് ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ 1 to 2 എന്ന് പറയുന്ന ആക്ടിവിറ്റി ഫസ്റ്റ് എ എന്ന് പറയുന്ന ആക്ടിവിറ്റി. ഇനി സെക്കൻഡ് വരുന്നത് 2 to 3 എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്നുകിൽ മുകളിലോട്ട് അല്ലെങ്കിൽ താഴോട്ടായിട്ട് മാറ്റി കൊടുക്കുക. 2 to 3 എന്ന് പറയുന്നത് ഞാൻ മുകളിലോട്ട് വരച്ചു. ഓക്കെ, അത് ബി എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി വരുന്നത് സി ആണ്, 3 to 4. 3 to 4 എന്ന് പറയുന്ന ആക്ടിവിറ്റി ഞാൻ താഴോട്ട് ഇങ്ങോട്ട് വരച്ചു. ഓക്കെ, 3 to 4 എന്ന് പറയുന്ന ആക്ടിവിറ്റി സി അടയാളപ്പെടുത്തി. ഇനി നെക്സ്റ്റ് ഡി എന്ന് പറയുന്ന ആക്ടിവിറ്റി എന്താണ്, 2 to 4. അപ്പോൾ നമുക്ക് നേരിട്ട് ഇങ്ങനെ കണക്ഷൻ കൊടുക്കപ്പോൾ 2 to 4ലോട്ട് നേരിട്ട് കണക്ഷൻ കൊടുത്തു. ഡി എന്ന് പറയുന്ന ആക്ടിവിറ്റി അതിൻ്റെ മുകളിൽ എഴുതി കൊടുത്തു. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ്, ഇ ആണ്. ഇ എന്ന് പറയുന്ന ആക്ടിവിറ്റി എന്താണ്, 2 to 5 ആണ് വരുന്നത്. അപ്പോൾ 2 to 5ലോട്ട് എന്ത് ചെയ്യുക, വേറൊരു ആക്ടിവിറ്റി 2 to 5 എന്ന് പറയുന്നത് വേറെ ഒന്ന് വരച്ചു. അതിൽ വരുന്ന ആക്ടിവിറ്റി എന്താണ്, ഇ ആണ്. അപ്പോൾ അത് ഇ അടയാളപ്പെടുത്തി. ഇനി നെക്സ്റ്റ് നോക്കുക, എഫ് എന്ന് പറയുന്ന ആക്ടിവിറ്റി 4 to 5 ആണ്. അപ്പോൾ 4ഉം 5ഉം കൂടി കണക്ട് ചെയ്തിട്ടാണ് എന്ത് എഫ് എന്ന് പറയുന്ന ആക്ടിവിറ്റി വരുന്നത് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കുക, ജി ആണ്. ജി എന്ന് പറയുന്ന ആക്ടിവിറ്റി എന്താണ്, 5 to 6 ആണ്. അപ്പോൾ 5ൽ നിന്നും നെക്സ്റ്റ് 6ലേക്ക് ജി എന്ന് പറയുന്ന ആക്ടിവിറ്റി.
ഓക്കെ, ഇങ്ങനെയാണ് നെറ്റ്വർക്ക് ഡയഗ്രാംസ് വരയ്ക്കുക. നമ്മൾ സാധാരണ ഫസ്റ്റ് വരയ്ക്കുന്ന ഇങ്ങനെ സീരീസ് ആയിട്ട് വരയ്ക്കുന്ന സമയത്ത് എല്ലാ നെറ്റ്വർക്ക് ഡയഗ്രാംസും കറക്റ്റായിട്ട് വന്നോളണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്തിട്ടൊക്കെ വരയ്ക്കേണ്ടി വരും. ഫസ്റ്റ് റഫായിട്ട് വരച്ചിട്ട് കൺഫേം ചെയ്തിട്ട് മാത്രം ലാസ്റ്റ് ഇങ്ങനെ വരച്ചാൽ മതി. ഓക്കെ, ഇനി ഓരോ ആക്ടിവിറ്റിയുടെയും താഴെ എന്ത് ചെയ്യുക, ആരോ മാർക്കിൻ്റെ താഴെയായിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഡ്യൂറേഷൻസും എഴുതാം. എ എന്ന് പറയുന്ന ആക്ടിവിറ്റി ഡ്യൂറേഷനാണ് 2, ബി എന്ന് പറയുന്നതിൻ്റെ ഡ്യൂറേഷനാണ് 4, സിയുടെ ഡ്യൂറേഷനാണ് 10 എന്ന് പറയുന്നത്, ഡി എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷനാണ് 5, ഇ എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷനാണ് 7, എഫ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷനാണ് 6, അതുപോലെ തന്നെ ജി എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷനാണ് എന്ത് 3 എന്ന് പറയുന്നത്. അപ്പോൾ ഈ തന്നിട്ടുള്ള ഡാറ്റാസ് വെച്ചിട്ട് ഇങ്ങനെയാണ് ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുന്നത്. ഓക്കെ.